പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറിക്കൊന്നുമില്ല. കറി മണിക്കൂട്ടം വന്ന് ചോദിക്കുമെന്ന് കറിക്കെന്നാണ്. ഞാൻ പറഞ്ഞു തക്കാളിയാന്ന് പറഞ്ഞേരം പറഞ്ഞ് ഒരു തക്കാളിയോ. ഞാൻ പറഞ്ഞു വേണിക്ക് തിന്നാൽ മതി. നമ്മളെല്ലാം ചെറുതിൽ ചക്കയും ചക്കക്കൂരെല്ലാം തിന്നിട്ട് തന്നെയാണ് ജീവിച്ചിന്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും പറ്റൂല. ആ പൂച്ചക്കെന്തെങ്കിലും കൊടുക്കേ. മണിക്കുട്ടാ, എത്ര വിളിച്ചാലും ചെവി വെക്കൂല, അതാണ് കഷ്ടം. മണിക്കുട്ടോ, നിങ്ങളെല്ലാം വീട്ടിലുണ്ടോ ഇങ്ങനെയുള്ള കുട്ടികൾ? വിളിച്ചാലും എത്ര വിളിച്ചാലും ചെവി വെക്കൂല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കടിച്ചു കീറുന്ന കാര്യം എന്താ അമ്മയെന്നുള്ളൊരു ചോദ്യമാണ്. ഏത് സമയം തിന്നലാണ്. അതിന് പറയും ഞാൻ ഇന്നലെ രാത്രി തിന്നില്ല, ഇന്ന് രാത്രി തിന്നില്ല, അങ്ങനെയാ പറയുക. പക്ഷേ ഓൻ വേണ്ടെന്ന് ഓൻ്റെ തിന്നു. ഓൻ ചോറ് തിന്നിട്ടൊന്നും തരില്ല. ഓൻ്റെ തിന്നാന്ന് ഓന്. അതേമാതിരി മൂത്തോറ് വായിൽ വെച്ച് കൊടുത്താലും തിന്നൂല. അത് തിന്നാത്ത ഒരു ടൈപ്പാണ്. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരാം. തക്കാളി ഫ്രൈ ആക്കണം. സോയാബീൻ അവിടെ വേവിപ്പിച്ചിട്ടുണ്ട്. അത് ഒന്ന് ഒരു ഫ്രൈ പോലെ ആക്കണം. ഇത് വേറെ ഒരു എന്താണ് തേങ്ങ ഇറക്കാണ്ട് പച്ചമുളകും ഉള്ളിയെല്ലാം ഇട്ടിട്ടുള്ള ഒരു വരട്ടിയ പോലത്തെ ഒരു കറി. വരട്ടിയ ശരിയാവില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെയുള്ളാക്ക് കറി വേണം. എൻ്റെ മാക്സി എങ്ങനാ? ഇതാണ് മാക്സി. തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. തമിഴ്നാട്ടിൽ പോയാലും വാങ്ങിയതാണ്. പിന്നെ തമിഴ്നാട്ടിൽ അളകാന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല നല്ല നൈറ്റി, ഇഷ്ടംപോലെ നല്ല നൈറ്റി ഉണ്ട്. സാധാരണ ഞാൻ ഡബിൾ എക്സൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു തിരുമ്പൽ അപ്പം തന്നെ ചുരുങ്ങി വെറും എക്സലാവും. അങ്ങനെയാണ് ഉണ്ടായാൽ. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇപ്രാവശ്യം ട്രിപ്പിൾ എക്സൽ വാങ്ങി. കുറച്ച് ലൂസായി ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് വയറുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ലൂസായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നല്ല മാക്സി, 2 മാക്സി വാങ്ങിന്. ഇതൊരു മാക്സി, വേറെ ഒന്ന് ഇട്ടാൽ ഞാൻ കാണിച്ചു തരാം. നല്ല നല്ല വീതിയുണ്ട്, കോട്ടണാണ്. പിന്നെ ഇവിടെ സൈഡിൽ കയറുണ്ട് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി എടുക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഏറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെയ്താലോ തിരികാലോ. അപ്പം ഒന്ന് വെള്ളമൊന്നും തട്ടൂലല്ലോ. എനിക്ക് ഇവിടെ ചോരുന്നതാണ്. അപ്പം അടുക്കളയിലെല്ലാം കുറേ വെള്ളം ഉണ്ടാവും. മാക്സി ഒന്നും ഇല്ല കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ 2 മാക്സി കൊണ്ടുവന്ന് ഇവിടെ എലിശല്യാണ്. ഇപ്പം ഇല്ല, മുന്നേ എലിശല്യാണ്. ഇപ്പം പൂച്ചേനെ വളർത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കഴുകിയിട്ട് അകത്ത് ഒരു അയൽമേലിട്ടതാണ്. പിറ്റേന്ന് നോക്കുമ്പോൾ ഇവിടെയെല്ലാം ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ മതി. ഇവിടുന്ന് ഈ അരക്കുന്ന താഴോട്ട് ഈ സൈഡെല്ലാം ഡിസൈൻ ചെയ്താൽ മതി. എലി അങ്ങനെ കടിച്ച് വെച്ചിട്ട്. അപ്പോൾ ആ മാക്സി അങ്ങനെ ഉപയോഗിക്കാറ് കുറവാണ്. ആകെ 2 മാക്സിയുള്ളൂ. പിന്നെ ചുരിദാറിൻ്റെ ടോപ്പും സ്കേർട്ടെല്ലാം എടുത്തിട്ടാണ് ഉപയോഗിക്കൽ. പ്രാവശ്യം ഞാൻ പോയാലും വിചാരിച്ച് 2 മാക്സി വാങ്ങാൻ അങ്ങനെ വാങ്ങിയതാണ്. ഞാനും മൂത്തമോനും ഭർത്താവാ പോയിന്. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച പോയിട്ട് ശനിയാഴ്ച വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ക്ഷേത്രത്തിൽ കുംഭാഭിഷേകമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുംഭാഭിഷേകം. അപ്പോൾ അതിനും കൂടി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതാണ്. ചെറിയ ആൾ സ്കൂളുണ്ട്, അപ്പം പോകുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് പോകാം, അമ്മക്ക് സുഖമില്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഒന്ന്
പോകാമെന്ന് വിചാരിച്ചു. ശനിയാഴ്ച വരാൻ കഴിഞ്ഞാലും ഞാനെന്ത് ചെയ്ത് ഞാൻ പറഞ്ഞേ അമ്മേനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാം. നമ്മളെന്തായാലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണിച്ചിട്ടില്ല പിടിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും വിളിച്ചിലായിരിക്കും ഫോണിലോട്ട്. അപ്പോൾ ഇവർക്ക് ദേഷ്യം വരും. ഇവർ നല്ലോണം പറയും എന്തിനാ അത് കേൾക്കുന്നത്, ഇവർക്ക് ഇപ്പോൾ പ്രഷർ എല്ലാം കുറയും, അത് വേണ്ടെന്ന് വെച്ച് ഞാൻ പറഞ്ഞു അമ്മേനെ കാണിക്കാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച അമ്മേനെ കാണിച്ചിട്ട് ഡോക്ടറോട് അഭിപ്രായം ചോദിക്കാം അതിനെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് പറഞ്ഞു ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് എടുത്തതായിരുന്നു. ടിക്കറ്റ് പാലക്കാട് നിന്ന് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്തതായിരുന്നു. അത് ക്യാൻസൽ അടിച്ചു. ഞാനും അർജുനും പോയിട്ട് നമുക്കൊന്ന് കുട്രാളം പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുട്രാളം പോയി അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞാൽ കുട്രാളത്ത് ഭയങ്കര ഞാൻ കുറേ മുന്നേ പോയതാണ്. 2 മക്കൾ ചെറുതിലുള്ളവരും പോയതാണ്. അടിച്ച് പൊളിച്ചിട്ടാണ് വന്നത്. എൻ്റെ ഫോട്ടോ എല്ലാം കുറവാണ് അടിച്ച് പൊളിച്ചതിൽ. അവർ മരുവൻ്റെ ഭാര്യ, കുഞ്ഞ്, അനിയൻ്റെ 2 മക്കൾ, ഇവരെ ഭർത്താവിൻ്റെ അനിയൻ്റെ മക്കൾ, അതിനെല്ലാം എല്ലാവരും ഉണ്ടായിന്. രാവിലെ 5:20 ട്രെയിനിന് പോയിട്ട് രാത്രി 7:00 വന്നത്. അടിപൊളി കുട്രാളം എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് ഒരു 3-5 സ്ഥലത്ത് ആദ്യം മെയിൻ കുട്രാളത്ത് പോയി, പിന്നെ എന്നാണ് അഞ്ചരുവി പോയി, പിന്നെ പുതിയരുവി പോയി. അവിടെ പോയാൽ നല്ലോണം കുളിച്ചത്. ബാക്കി 2 സ്ഥലത്തിലും പോയാൽ അതിനെ കുളിക്കാൻ കഴിഞ്ഞില്ല, തിരക്കേനു. പിന്നെ പഴയ കുട്രാളത്ത് പോയി, അവിടെയും നല്ല കുളിക്കാൻ നല്ല ഇത് കിട്ടീന്. മേലേന്ന് വെള്ളം ഇങ്ങനെ ചാടുന്ന്, അതിൻ്റെ ഇങ്ങനെ താഴെ നിന്നിട്ട് നല്ല നല്ല കൂളിങ്ങുള്ള വെള്ളവും. അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ അതും കഴിഞ്ഞ് വന്നു. ഇനിയൊന്നും അങ്ങനെ പോകാനൊന്നും കഴിയില്ലല്ലോ. അപ്പം വണ്ടി നാളെ ഇറക്കുന്നതാണ്. അപ്പം വണ്ടി നാളെ ഇറക്കി കഴിഞ്ഞാൽ അത് പെയിൻ്റ് അടിച്ച് എല്ലാം ചെയ്ത് ഞാൻ പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ അങ്ങനെ പോകാനൊന്നും കഴിയില്ല. ജീവിതം നോക്കണമല്ലോ, മക്കളെല്ലാം പഠിക്കാൻ ഇറങ്ങുന്നതാണ്. എപ്പോഴും എല്ലാവരെയും ആശ്രയിക്കാൻ കഴിയില്ലല്ലോ. നമ്മളായിട്ട് നമ്മളൊരു തൊഴിൽ വീട്ടിൽ കുത്തിരിക്കുന്നതിനേക്കാളും സുഖം നല്ലതല്ലേ. നമ്മൾ വീട്ടിൽ കുത്തിരുന്ന് എന്താണ് കിടന്നുറങ്ങി TV കണ്ട് തടിച്ച് വീർത്ത് അതിനേക്കാളും സുഖം നമ്മൾ ഇതേമാതിരി ഒരു അവനവന് കഴിയുന്ന ഒരു കച്ചവടമായാലും എന്തെന്നായാലും അവനവന് കഴിയുന്നത് വീട്ടിൽ നിന്നായാലും ചെയ്യുന്നത് നല്ലതല്ലേ. അങ്ങനെ തുടങ്ങുന്നു. ആദ്യം കഞ്ഞിയാണ്, എന്നിട്ട് പിന്നെ ഇഡ്ഡലിൻ്റേതാണ്. കഞ്ഞിക്ക് എല്ലാം ഞാൻ എല്ലാം കൊണ്ടുവന്നിന്, പാത്രം എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിന്. പിന്നെ ഇഡ്ഡലി പാത്രം തമിഴ്നാട്ടിൽ ഇഡ്ഡലി പാത്രത്തിനെല്ലാം വില കുറവാണ്. 2 തക്കാളിക്കെട്ട് എല്ലാം വാങ്ങി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഗ്രൈൻഡർ എന്താണെന്ന് അറിയില്ല, എലി കടിച്ചിനോ വയറിനോ ഒന്നും അറിയില്ല. അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. കുറേ ആയി ഗ്രൈൻഡർ ഉപയോഗിക്കാത്തത്. അപ്പോൾ അതൊന്ന് ചെക്കെല്ലാം ചെയ്ത് ചെയ്യണം. തക്കാളി മുറിച്ച് കഴിഞ്ഞ് ഇനി ഉള്ളി മുറിക്കണം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കത്തിച്ചില്ല. ഇന്നലത്തെ പയറ് ഉപ്പേരി ഉണ്ട്, അതപ്പോൾ അത് പയറ് ഉപ്പേരി ഉണ്ട്, അതപ്പോൾ ഞാനെടുക്കും ചോറിന്. കറുപ്പ് ഉറുമ്പ്, ഭയങ്കര കറുപ്പ് ഉറുമ്പ്. നിങ്ങളെ വീട്ടിലെല്ലാം ഉണ്ട്. അതാ ഒരു ജാതി ഒരു വല്ലാത്തൊരു മണടിക്കുന്ന കറുപ്പ് ഉറുമ്പാണ്.
വയറുണ്ട്. അതാണ് ഇനി മക്കൾ പറയുന്നുണ്ട് ജിമ്മിന് പോകണമെന്ന്. ഈ പ്രായത്തിലല്ല എന്ത് ജിമ്മിന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പണിയെല്ലാം ഇതായിട്ട് എന്നിട്ട് ജിമ്മിനെല്ലാം പോകേണ്ടൊക്കെ കൈമേൽ പൈസ വേണം. വണ്ടി ഇറങ്ങിയാൽ തന്നെ പെയിൻ്റ് അടിക്കാൻ തന്നെ കൈമേൽ പൈസ ഇല്ലാതെ ഞാൻ നിൽക്കുന്നതാണ്. ഡോക്ടർക്ക് മെസ്സേജ് കിട്ടില്ല. പൈസ ഞാൻ തിരിച്ച് തരാം, ഒരു 5000 റുപ്യ തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ എന്നാ പറയുന്നത് നോക്കാം. അവിടെ ജൂലിയ വെക്കുക, അവിടെ വെക്കുകയില്ല. ഓയിലൊഴിച്ചു കട്ടു ഒഴിച്ചു. ഇവിടെ വേസ്റ്റ് ഇടുന്ന പാത്രമുണ്ട്, അപ്പോൾ ഇത് അങ്ങോട്ട് വയ്യ. വൈകുന്നേരം ആകുമ്പോൾ അതെടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി തട്ടും, പറമ്പത്ത് കൊണ്ടുപോയി തട്ടും. കുറേ നാളായി വീഡിയോ ഒന്നും ഇടാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു മടി വീഡിയോ എടുക്കാനും എല്ലാം. കഴുകണം. ഭയങ്കര മടി വീഡിയോ എടുക്കാനുണ്ട്. എഡിറ്റ് ചെയ്യാൻ അറിയില്ല, അതാണ് സംഭവം. എഡിറ്റ് ചെയ്യാൻ മണിക്കൂട്ടൻ തന്നെ എഴുതിക്കണ്ടേ. എന്തെങ്കിലും എടുക്കുന്നതിന് പ്രശ്നമില്ല, എഡിറ്റ് ചെയ്യാലോ. എനിക്കതറിയില്ല. ഞാൻ ഈ കൈമൽ വെച്ച് മുറിച്ചിട്ടില്ല, ഈ പലക വെച്ച് മുറിച്ച് ആവില്ല. ഫ്ലോപ്പർ വാങ്ങണം. ഇപ്പം വണ്ടിക്ക് വേണം, വണ്ടിക്ക് ഒരു മറ്റേ ഇങ്ങനെ വലിക്കുന്ന ഫ്ലോപ്പറിൽ അത് വാങ്ങണം. മോൻ പറഞ്ഞ അമ്മ അതൊന്ന് വാങ്ങിക്കോന്ന് പറഞ്ഞു. ഈ പലകയിൽ വെച്ച് മുറിക്കൂല, അതാണ് എൻ്റെ പ്രശ്നം. തക്കാളീൻ്റെ ഇതെല്ലാം ഇല്ലേ, വൈകുന്നേരം എടുത്തിട്ട് അപ്പുറം ഇടും. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയിലൊന്നും സ്പൂണൊന്നുമില്ല, അല്ലെങ്കിൽ കയ്യാളവാണ്. സ്പൂണൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല മഞ്ഞൾപ്പൊടിക്കൊന്നും. ഇതിങ്ങനെ ആദ്യം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം. തക്കാളി അങ്ങോട്ടും തക്കാളി ഇട്ട് കഴിഞ്ഞ് കുറച്ച് വാട്ടിക്കഴിഞ്ഞാൽ കുക്കറൊന്ന് ചെന്നേക്കാം. കുക്കറൊന്ന് ലേശം ഈ തക്കാളിയിൽ വെള്ളം വരില്ലേ, അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും കുക്കറൊന്ന് അടച്ചിട്ട് ഒന്ന് വിട്ട് കഴിക്കും. അപ്പം എന്ത് ചെയ്യും, നല്ലോണം പോകും. ഈ തക്കാളി ഇടുന്നു, തക്കാളിയും പച്ചമുളകുമാണ്. ഉപ്പ് മതിയാവില്ല, ഉപ്പ് കണക്കായി നോക്കണം. തക്കാളി കുറേ വാട്ടിക്കഴിഞ്ഞാൽ ഉപ്പിടണം.
എനിക്ക് ഇഷ്ടമാണ് ഈ തക്കാളി പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ ഷുഗറൊന്നുമില്ല. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേമാതിരി ഗവൺമെൻറ് ആശുപത്രിയിൽ പോകേണ്ടിയാണ് ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം മഴയല്ലേ, മഴ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ തിങ്കളാഴ്ച കുറേ ദിവസമായി ഒരു കടലാസ് കിട്ടാനുണ്ട്. എന്നിട്ട് വേണം സർട്ടിഫിക്കറ്റിന് കൊടുക്കാൻ. ഉപ്പുണ്ട്, പച്ചമുളക് പൊടി, മുളക് പൊടീൻ്റെ ഡബ്ബ മാറ്റണം. എല്ലാത്തിൻ്റെയും ഡബ്ബ മാറ്റാനായിട്ടുണ്ട്. ഡബ്ബ വാങ്ങിയിട്ട് മാറ്റിയിട്ട് അടുക്കളയിൽ ചോരുന്ന. അപ്പം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താ ഡബ്ബ ഇവിടെ വെച്ചിട്ടാണല്ലേ. ഇത് മഴ പെയ്താൽ വെള്ളം അത്ര ഇതിൽ വരും. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കിച്ചണിൽ തന്നെ ഒഴുക്കി കഴിഞ്ഞാൽ ഈ പൊടിയും ഇതെല്ലാം വീണിട്ടുണ്ടാവില്ല, അതങ്ങോട്ട് ഒഴുകിപ്പോവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ബ്രഷ് വെച്ചിട്ട് അങ്ങേക്ക് പുറത്തേക്ക് കളയുക. പുറത്തേക്ക് തന്നെ ആ പടിക്ക് ഒരു ചെറിയൊരു ദാരമുണ്ട് ചുമരിനും. ആ കതകിൻ്റെ പടി ഇളകിയതാണ്. അപ്പോൾ അത് വലിയ ചെറിയ ദ്വാരമുണ്ട്. അതിനൊരു പൈപ്പ് ഞാൻ തൽക്കാലം ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് പോകും. അപ്പുറം അടക്കും. ചില എന്തെങ്കിലും ഇഴഞ്ഞൊന്നും ഇത് വന്ന് കയറണ്ടെന്ന് വെച്ച് അടച്ചാളി. ആവശ്യം വരുമ്പം തുറന്നിട്ട് ഇതേമാതിരി വെള്ളം പുറത്തേക്ക് വിടുക. വാടി വന്നു കഴിഞ്ഞാൽ ഒന്ന് കുക്കറിൽ മിക്സിയിലെടുപ്പിക്കണം. വെള്ളം ചേർക്കില്ല. വെള്ളം ചേർക്കാണെങ്കിൽ ഇതിലുള്ള വെള്ളത്തിൽ തന്നെ. ഇതിൽ തന്നെ ഇപ്പം വെള്ളമുണ്ട്. വാടി ലൂസ് മാക്സി ആയതുകൊണ്ട് മാക്സി ലൂസാണ്. ഞാൻ ഇങ്ങനെ കയറ്റിയിടും. ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് അന്നേരം വയറ് കൂടുതൽ കാണും, എന്നാലും പ്രശ്നമില്ല. ഇവിടെ നിന്ന് പണിയെടുക്കുമ്പോൾ താഴെ മാക്സിൻ്റെ താഴെ വെള്ളമൊന്നും നനയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യില്ല. കുറച്ച് ഉപ്പിടണം. അക്കലുണ്ട്, എരിവെല്ലുണ്ട്. അത് മണിക്കുട്ടൻ്റെ പണിയാണ്. മണിക്കുട്ടനെയാണ് ഞാൻ ഏൽപ്പിച്ചത്. സോയാബീനാക്കാൻ പഠിച്ച് അത് ഓൻ ചെയ്തോളൂ. പൊരിക്കാൻ കഴിയില്ല, എണ്ണയില്ല. പൊരിക്കേണ്ട എണ്ണ ഇല്ലാത്തതാണ്. അപ്പോൾ വരട്ടിയെടുക്കാനൊക്കെ പറയണം. വീഡിയോ എന്താ തക്കാളി ഞാൻ വരണ്ട് വന്നു കണ്ട. കുറച്ചേ വന്നിട്ടുണ്ടോ. അങ്ങനെ വെള്ളം ഇതാ വെള്ളം ഒരു തുള്ളി വെള്ളം വെച്ചിട്ടില്ല. പഴുത്ത തക്കാളിയാണ്. ഇത് മതി. ഇത് രാത്രിയത്തേക്ക് ഇത് മതി നമുക്ക്. പിന്നെ പയറുപ്പേരിയുണ്ട്. ഇന്നലെ വറുത്തതാണ്. ഇത് വെറുതെ കളയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ചൂടാക്കി വെച്ച് ഒന്നും ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഒന്നും ആയില്ല. ഞാൻ ചോറിനെടുക്കും. ഇനി കുക്കറൊന്ന്
മൂടിയിട്ട് കുക്കറിന് ഒരു പണിയുണ്ട്, മൂടാൻ കുറേ പണിയുണ്ട് കേട്ടോ. ഈ ടയറില്ലേ അത് സിമ്മാക്കട്ടെ, അത് അതിന് കെട്ടിൻ്റെ പണിയാണ്. അപ്പോൾ മുറിഞ്ഞു അതുകൊണ്ട് മൂടി 2 വിസിൽ. അപ്പം തന്നെ ഒരുപാട് തുണി കഴുകാനുണ്ട്. മെഷീൻ അങ്ങനെ ഒരു ശരിക്കും ഓടുന്നില്ല, കൈയിട്ടിട്ട് ഇതാക്കേണ്ട അവസ്ഥയാണെന്നുള്ളത്. നാട്ടിൽ നിന്ന് ഞാനാകെ 2 ഡ്രസ്സേ കൊണ്ടുപോയിട്ടുള്ളൂ, 2 ചുരിദാറും 1 ഇട്ടിട്ട് പോയ ചുരിദാർ. പിറ്റേ ശനിയാഴ്ച തന്നെ വരുന്നു വിചാരിച്ചതല്ലേ. പിന്നെ കുട്രാളത്തിലെല്ലാം പോകേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച വരുന്നതിന് ചൊവ്വാഴ്ച തൽക്കാല ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. നാവിൻ്റെ വണ്ണം ദിവസാനം. അപ്പോൾ തൽക്കാല ടിക്കറ്റ് എടുക്കാൻ പോയാൽ 50 വെയിറ്റിംഗ് ലിസ്റ്റ്. എന്നെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു ഇങ്ങനെ 50 വെയിറ്റിംഗ് ലിസ്റ്റ്. ഞാൻ വന്ന് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ചേച്ചി പറഞ്ഞു സാധാരണ റിസർവേഷൻ ഉണ്ട്, 40 വെയിറ്റിംഗ് ലിസ്റ്റ്, നിങ്ങളെടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ എടുത്തിട്ട് വന്നു. പിറ്റേന്ന് രാവിലെ അപ്പോൾ നമ്മൾക്ക് ടിക്കറ്റ് ഓക്കെ ആയി. പക്ഷെ എന്നാന്ന് ഇവരുടെ കൂടെ പോയാൽ എപ്പോഴും ഉള്ളതാണ് റെയിൽവേ സ്റ്റേഷൻ ഓട്ടിക്കും. എനിക്കറിയാം S5 എവിടെയാന്ന്, നമ്മൾ സ്ഥിരം വരുന്നതുകൊണ്ട് അറിയാം. ഞാൻ അങ്ങേ തലക്ക് പോയാൽ എൻ്റെ മോൻ പറഞ്ഞു അങ്ങല്ല ഇങ്ങാന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഇവരിൽ ഇരുന്നിടക്കിരുന്നു. ട്രെയിന് പോയി അങ്ങോട്ട് പോയി വയ്യ ഓടി. ഞാൻ S1 കയറി. 1 കയറിയിട്ട് എനിക്ക് ഓടാൻ കഴിയില്ല. എൻ്റെ കൈമേൽ 2 ഈ വടിസഞ്ചിയിൽ സാധനമുണ്ട്. ടീച്ചർ ചോദിച്ചാൽ എവിടെയാണ്? ഞാൻ പറഞ്ഞ S5 സാറേ ഓടാൻ കഴിയില്ല, അതുകൊണ്ട് ഇതുവരെ മെല്ലനെ സാവധാനം പോയാൽ മതി എന്ന് പറഞ്ഞു. മലയാളിയായിട്ടൊന്നും ടീച്ചർ തമിഴൊന്നല്ല പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കയറിയിരുന്നു. പക്ഷെ മലയാളം ഞാൻ പറഞ്ഞുതരാം, അയാൾക്ക് മനസ്സിലായിട്ട് അയാൾ തിരിച്ച് ഇങ്ങോട്ട് പറയുകയും ചെയ്തു. പക്ഷേ S4 ഇവർ കയറിയിട്ട് എന്നോട് പറഞ്ഞ് നമ്മളെല്ലാം ഇടിയെത്തില്ലേ. പക്ഷെ എന്തെന്ന് ഇവർ എത്തി, ഇവർ ഓടി അവിടെ എത്തി S5 കയറി. പക്ഷെ ഇവർ ഒരു പണി ചെയ്ത് പഞ്ചസാര പരിപ്പ് ഇതെല്ലാം സഞ്ചി റെയിൽവേ സ്റ്റേഷനിൽ മറന്നു പോയിട്ട് കയറി. ട്രെയിൻ എടുത്ത് കുറച്ച് അങ്ങോട്ട് പോയാലോ. ഞാൻ പറഞ്ഞു ഒരു സഞ്ചി വേണമല്ലോ, 4 സഞ്ചി ആണല്ലോ, ഇതെന്താന്ന്. അപ്പം ഇവർക്ക് ദേഷ്യം ഇവർ എന്നെ ചീത്ത വയ്യ. ഞാൻ പറഞ്ഞ് സഞ്ചി കൊടുത്ത് വെച്ചു. സഞ്ചി എന്ത് സഞ്ചി അതിൻ്റെ ഉള്ളിൽ? അപ്പോൾ പരിപ്പും പഞ്ചസാരയും വെച്ച സഞ്ചി അവനവൻ്റെ കൈമലുണ്ടായിന്. അവനവനെ അത് മറന്നിട്ട് ഓടി കയറി. ആ റെയിൽവേ സ്റ്റേഷനിൽ ആരോ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. മരുവനെ വിളിച്ച് പറയുന്നു നീ ഒന്ന് റെയിൽവേ ഓൻ പോവുമോ? ഓൻ പറഞ്ഞു ഞാൻ വിളിക്കുന്നു കിട്ടിയിട്ടില്ല എന്നല്ല പറഞ്ഞു. ഓൻ അതിനൊന്നും പോകുന്നില്ല. അത് കിട്ടൂല, ആരെങ്കിലും എടുത്തിട്ട് പോവുക. ഞാൻ പറഞ്ഞ ആരെങ്കിലും തിന്നിട്ട് ആർക്കെങ്കിലും അവർക്കാ ഭാഗ്യം തിന്നാൻ വേണ്ടി അവർ തിന്നിട്ട്. പിന്നെന്താ പറയണ്ടേ, അത് സഞ്ചി തുറക്കുമ്പോൾ തന്നെ തിരി മഞ്ഞസാരിയും പരിപ്പാന്ന്. വയറല്ല കേട്ടാ. ഇതാ മാക്സിൻ്റെ നാടേമലോട്ട് ഇങ്ങനെ പുറത്തിട്ടതാണ്. എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി വണ്ടി ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ എൻ്റെ കാല്